നമുക്കിന്നൊരു അടിപൊളി മസാല ദോശ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് നീനുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓൾ ഇന്ന് വരുമ്പോൾ എന്തായാലും മസാല ദോശ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോ ഓർഡറാണ്. ഇപ്പോൾ ഇന്ന് മസാല ദോശയാണ് പറഞ്ഞത്. ഞാൻ യൂട്യൂബിൽ ഷാൻജിയോൻ്റെ വീഡിയോ നോക്കിയിട്ട് മസാല ദോശ ഉണ്ടാക്കിയ ശേഷമാണ് ഇത്ര എളുപ്പമായിരുന്നു മസാല ദോശ ഉണ്ടാക്കാൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പെട്ടെന്ന് മസാല ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇത്ര സാധനം മതി. പെട്ടെന്ന് നമുക്ക് ആ മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിതാ തുത്തുവിനോട് വീഡിയോ കോളിൽ എങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് പണികളൊക്കെ ചെയ്യുന്നത്. തുത്തുവിന് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഓൾ ഇന്നാണ് വിളിക്കും. ഞങ്ങൾ രണ്ടാളും അങ്ങനെ സംസാരിച്ചുകൊണ്ട് ജോലികളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് 3 പണികൾ ചെയ്തു എന്നുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സംസാരിച്ചുകൊണ്ട് അങ്ങനെ പണികളൊക്കെ തീരും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ മസാല അങ്ങനെ റെഡിയാക്കുന്നുണ്ട്. ആദ്യം ഉഴുന്നും കടുകും ഒക്കെ കൊടുത്തിട്ട് ഉള്ളി വാട്ടി പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് സെറ്റാക്കിയാൽ മതി. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഷാൻജിയോ നോക്കായിരിക്കും നല്ലത്. അളവ് കണക്ക് ടീസ്പൂണും സ്പൂണും ഒക്കെ വഴി കറക്റ്റ് അളവിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞ് വെറുതെ കൊളാക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്തവണയാണെങ്കിൽ നീനുട്ടി 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. 2 ദിവസം ലീവ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഉള്ള 2 ആഴ്ച നിന്നത്. ഒരാഴ്ചക്ക് ഒരു ദിവസമാണ് ലീവ് ഉണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യം 2 ആഴ്ച എടുത്തിട്ട് 2 ദിവസം ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് ഞാനിതൊക്കെ ഒന്ന് റെഡി ആക്കിയപ്പോഴേക്കും നീനുട്ടി വന്നു കേട്ടോ. നീനുട്ടിനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ സൗണ്ട് കേട്ടു. ഐറൂസ് ഭയങ്കര കരച്ചിൽ കേട്ടോ. അപ്പോൾ അവൻ്റെ കരച്ചിൽ മാറ്റാൻ മോളിതാ മുറ്റത്ത് കൂടെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ തിരിച്ച് വന്നപ്പോൾ അവനെയും കൂടി വണ്ടി കയറ്റി പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഐറൂസ് ഉള്ളതല്ലേ, പിന്നെ നാളെ ഇതുമുൻ്റെ ബർത്ത്ഡേ അല്ലേ ഒക്കെ കരുതിയിട്ട് നീന് വന്നപ്പോൾ കുറച്ച് ചോക്ലേറ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ മിൽക്കി ബാർ, ഡാർക്ക് ചോക്ലേറ്റ് ഐറൂസിന് പറ്റൂല കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിൽക്കി ബാറും വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി കാണും ഇത് ശരിക്കും വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ്. വെള്ളിയാഴ്ച ഇതുമുൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ആ സമയത്ത് തന്നെ അങ്ങോട്ട് അപ്ലോഡ് ആക്കണമല്ലോ അല്ലേ. അപ്പോഴല്ലേ അതിനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ അതിലങ്ങോട്ട് മുങ്ങിപ്പോയതാണ്. എന്തായാലും ഡിലീറ്റ് ആക്കണ്ടല്ലോ, ഇതും ഇവിടെ കിടന്നോട്ടെ അല്ലേ. അങ്ങനെ ഞാൻ പിന്നെ വേഗം ഓരോന്നായിട്ട് ഇങ്ങനെ ചൂടാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാട്ടോ. മസാല ദോശൻ്റെ മണം കിട്ടിയപ്പോഴേ ഒക്കെ ഇവിടെ വരിവരിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ചുട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈനുട്ടിക്കാണെങ്കിൽ ഞാൻ വാരി കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഒക്കെ ലാസ്റ്റ് കൊടുക്കാമെന്ന് കരുതി ആദ്യം ഐറൂസിനും പിന്നെ മോളൂനും ഇതുമൂനും ഒക്കെ കൊടുത്തിട്ട് അവസാനത്തെ ദോശയാണ് നീനുവിനും എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ദോശ നന്നാക്കി ഒഴിച്ചു. പിന്നെ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്തു. ഏത് ആകൃതിയിൽ വേണമെങ്കിൽ നമുക്ക് മടക്കി എടുക്കാം. അങ്ങനെ ഞാനിതൊന്ന് നീനുട്ടിക്ക് വാരി കൊടുക്കുക. കൂടാതെ ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുക സപ്പോർട്ട് ചെയ്യണേ.